തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വാർത്ത കാണണം. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ചികിത്സാ രംഗത്തെ കൂടുതൽ ആശ്രയിക്കുന്ന പിണറായി വിജയൻ കേരള മാതൃകയെ വളരെ വലിയ രീതിയിൽ പുകഴ്ത്താറുണ്ട്. ന്യൂയോർക്ക് ലെവലിലുള്ള റോഡുകളാണ് കേരളത്തിലുള്ളതെന്നും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സ എല്ലാം തന്നെ വളരെ ഗംഭീരമാണ് എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അപ്പോഴും പ്രതിയോഗികളിൽ നിന്ന് പിണറായി വിജയൻ നേരിടുന്ന ഒരു ചോദ്യമാണ്, അത്ര ഗംഭീരമാണ് കേരളത്തിലെ ചികിത്സയെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിമാരടക്കം നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത്. എത്ര വലിയ മാറാരോഗമുണ്ടെങ്കിലും അവർ നമ്മുടെ ആശുപത്രികളിലും എയിംസിലും മാത്രമേ ചികിത്സ തേടാറുള്ളൂ. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയല്ല. ഇപ്പോഴിതാ ഒരു അമേരിക്കൻ വനിതയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആ വാർത്തകളാണ് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് തള്ളവിരലിന് പരിക്കേറ്റ ഒരു അമേരിക്കൻ വനിത നമ്മുടെ നാട്ടിൽ എത്തിയപ്പോഴാണ് അവർക്ക് ഈ പരിക്ക് പറ്റുന്നത്. അവർ നമ്മുടെ നാട്ടിൽ ചികിത്സ തേടി. ഈ ചികിത്സ തേടിയ വനിതയാണ് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ഈ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു അമേരിക്കൻ സ്ത്രീ തൻ്റെ ഭ്രാന്തമായ എന്നാൽ സുഖകരമായിട്ടുള്ള ആശുപത്രി അനുഭവം പങ്കുവച്ച് വൈറലായിരിക്കുകയാണ്. ഈ ഭ്രാന്തമായ എന്ന് പറയുമ്പോൾ ഇൻസെയിനായ എന്നാണ് അമേരിക്കയിൽ അർത്ഥമെന്ന് പറയുന്നത്, ഇംഗ്ലീഷിലെ അർത്ഥമെന്ന് പറയുന്നത്. അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ താങ്ങാനാവുന്ന വിലയും പ്രവേശനക്ഷമതയും എടുത്തു കാണിച്ചുകൊണ്ടാണ് അവർ തൻ്റെ അനുഭവം പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയിലേക്ക് ഒരു മുട്ടുവേദന വന്നാൽ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് 6-7 മാസങ്ങൾ കാത്തിരിക്കണം. അമേരിക്കയിൽ മാത്രമല്ല, കാനഡയിലും UK-യിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് അപ്പോൾ തന്നെ മരുന്ന് മേടിച്ച് അപ്പോൾ തന്നെ അസുഖം മാറുകയാണ്. 4 വർഷത്തിലേറെയായി ഇന്ത്യയിൽ താമസിക്കുന്ന ക്രിസ്റ്റൻ ഫിഷർ അബദ്ധത്തിൽ തൻ്റെ തള്ളവിരലിന് പരിക്കേറ്റ് രക്തസ്രാവം തുടങ്ങിയ സംഭവം വിവരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം റീൽ പോസ്റ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് 5 മിനിറ്റ് മാത്രം അകലെയുള്ള ഒരു പ്രാദേശിക ആശുപത്രിയിലേക്ക് സൈക്കിൾ ഓടിച്ച് താൻ എത്തിയെന്നും അവിടെ 45 മിനിറ്റിനുള്ളിൽ ചികിത്സ ലഭിച്ചുവെന്നും തുന്നലുകൾ ആവശ്യമില്ലെന്നും ഫിഷർ പറഞ്ഞു. മുഴുവൻ സന്ദർശനത്തിനും വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അവർ 50 രൂപ, ഏകദേശം 60 സെൻറ്റ് മാത്രമാണ് തുകയായി കൊടുത്തത്. ഇത് അവരിൽ വലിയ അത്ഭുതമാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ഈ അനുഭവത്തെ ഇൻസെയിൻ എന്ന് വിശേഷിപ്പിച്ച ഫിഷർ 2 പ്രധാന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ അയൽപ്പക്കങ്ങളിലെ ആശുപത്രികളിലെയും ക്ലിനിക്കുകളിലെയും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സൗകര്യവും US-മായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ ചികിത്സാ ചെലവും അവിടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ പ്രതിമാസം $1000 മുതൽ $2000 വരെയാകും. അതായത് ഏകദേശം 1,70,000 രൂപയാണ് ഇന്ത്യൻ മണിയാണ് US-ലെ ആരോഗ്യ ഇൻഷുറൻസിന് മാത്രമായി ചിലവാക്കുന്നത്. അവരുടെ കഥ ഓൺലൈനിൽ ചർച്ചകൾക്ക് നിലവിൽ തുടക്കമിട്ടിരിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.